എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഷാർജ ഷേക്കാണ് ഉണ്ടാക്കുന്നത്. ആവശ്യമായ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ പഴമില്ലേ, പഴം ഫ്രീസ് ചെയ്തതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് കുറച്ച് പഴം ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപ്പോൾ കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇത് നമ്മുടെ പഴം ഫ്രീസ് ചെയ്തതായതുകൊണ്ട് തന്നെ നമുക്ക് പാല് ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നിട്ട് ഈ ഗ്ലാസ്സിനകത്താണ് ഞാൻ ഒഴിക്കുന്നത്. അത് എല്ലാം അരച്ചിട്ട് അതിനകത്താണ് ഒഴിക്കുന്നത്. അപ്പം ആ ഗ്ലാസ്സിൽ നമുക്കൊരു അരമുക്കാൽ ഗ്ലാസ് പാലെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ സ്പൂണിന് 2 സ്പൂൺ, മധുരം കുറച്ച് വേണ്ടുന്നവർക്ക് 1.5 സ്പൂണും ആവാം. എന്നിട്ട് അത് നന്നായിട്ട് പാലൊഴിച്ചിട്ട് പാലിതിന് അരമുക്കാൽ ഗ്ലാസ് പാൽ, എന്നിട്ട് ഇതിനെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ട് മിക്സിക്കകത്ത് നന്നായിട്ട് ചെയ്തെടുക്കുക. പിന്നെ ചേർക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഞാൻ 2 സ്പൂൺ, ആ 2 സ്പൂണല്ലേ പഞ്ചസാര എടുത്ത്, 2 സ്പൂൺ തന്നെ മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കാൻ മറക്കണ്ട. ഇനി ഞാൻ ചേർക്കുന്നത് ഗ്രേറ്റഡ് അണ്ടിപ്പരിപ്പാണ്. വേണമെങ്കിൽ ബദാം ചേർക്കാം. എന്തായാലും ഇച്ചിരി ലേശം കൂടുതൽ ഇട്ടാൽ അത്രയും നല്ലത്, കാരണം അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ലതാണ്. പിന്നെ കുറച്ച് ബൂസ്റ്റും കൂടി ഇടുക. അരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് ബൂസ്റ്റും കൂടെ ചേർത്ത് അരച്ചിട്ട് പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് ചേർത്ത് റെഡിയാക്കി എടുക്കുക. അടിപൊളി ടേസ്റ്റിലൊരു ഷാർജ ഷേക്കായി. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.